വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ മണ്ണിടിച്ചിൽ. പടിക്കെട്ടിന് സമീപത്തെ സുരക്ഷാമതിൽ ഇടിഞ്ഞു വീണു. കൈവരിയും സുരക്ഷാമതിലും കുഴിയിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശക്തമായ മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. സ്വന്തന സാജുവിനോട് ചോദിക്കാൻ. സ്വന്തന, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എപ്പോഴാണ് സംഭവിച്ചത്? ആർക്കും അപകടമോ പരിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ? ഷിയാസ്, ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ മതിലാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 7:30 ഈ സംഭവം ഉണ്ടായത്. ഇന്ന് തിരുവനന്തപുരത്ത് രാവിലെ മുതൽക്ക് തന്നെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. വർക്കല ഭാഗത്തും ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങുന്ന പടിഞ്ഞാറേ നടയിലുള്ള ഈ പടിക്കെട്ടുകളോട് ചേർന്നിട്ടുള്ള ഈ ഭാഗമാണ് ഇടിഞ്ഞു പോയിരിക്കുന്നത്. പടിക്കെട്ടിനോട് ചേർന്നിട്ടുള്ള സുരക്ഷാ മതിലും അതുപോലെ തന്നെ കൈവരിയും എല്ലാം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ്, കുളത്തിന്റെ ഭാഗത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു അപകടമാണ് ഷിയാസ് ഒഴിവായത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ മഴ പെയ്യുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള വെള്ളം ഒഴുകി വന്ന് ഈ പറയുന്ന ഈ ഇടിഞ്ഞു വീണിരിക്കുന്ന ഭാഗത്തേക്കാണ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഭരണസമിതി അംഗങ്ങൾ അടക്കം പറയുന്നത്. അത് മാത്രവുമല്ല, ഈ 12-ാം തീയതി ഇപ്പോൾ കർക്കിടക വാവുബലി വരാനിരിക്കുകയാണ്. ആ സമയത്ത് നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ വർക്കല പാപനാശത്തും ഒക്കെ ബലിയിടുന്നതിനായി എത്തുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്ര അധികാരികൾ എന്തായാലും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ ഇതിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തുമെന്നും എന്തായാലും ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ ഈ മണ്ണിടിച്ചിൽ ആർക്കും തന്നെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരി സ്വാതന്ത്ര്യം, ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.